അപ്പോൾ നമ്മുടെ ഓണം അടിച്ച് പൊളിക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായാലും എൻ്റെ അനിയത്തിയുടെ കുഞ്ഞു വാവയാണേ. അപ്പോൾ അത് അപ്പൂസുമോളോട് ഭയങ്കര കമ്പനിയാണ് ആള്. അപ്പോൾ രണ്ടുപേരും ഊഞ്ഞാലാടി കളിക്കുകയാണ്. ഞാനാണെങ്കിൽ പപ്പയ്ക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ യാദൃച്ഛികമായിട്ട് ഒരു കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ പപ്പയ്ക്കയുടെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഞാനും അവളും കൂടി മുറ്റത്തിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ഉമ്മായും മച്ചുമ്മയും കൂടെ അകത്തിരുന്ന് TV കണ്ടിട്ടാ കഴിക്കുന്നത്. നമ്മുടെ മഞ്ഞ റോസയൊക്കെ മൂന്നും വിരിഞ്ഞ് നിൽപ്പുണ്ട്, പിന്നെ ഒരു ചുവപ്പും നിൽപ്പുണ്ട്. അപ്പൂസുമോളാണെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പുറകെ ലല്ലുസ്മൂൻ ഇറങ്ങി. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചോണ്ട് നിൽക്കുകയായിരുന്നു അവൻ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. തറയിലാക്കിയാൽ പിന്നെ ആൾ സൈക്കിളിന്റെ പുറകെ ഓടി എവിടെയെങ്കിലും പോയി വീഴുന്നിട്ട് വരുവേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു. ഫുഡിന്റെ കാര്യത്തിൽ രണ്ടുപേരും പിന്നോട്ടാണ്. അപ്പോൾ രാത്രിത്തെ കണ്ട് ഞാനെങ്കിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഉമ്മച്ചിയാണെങ്കിൽ നാളത്തേക്കുള്ള മീനെല്ലാം ക്ലീൻ ആക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്. അത് അതൊക്കെ ഒന്ന് കഴുകി സിങ്കെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് രാത്രി കഴിക്കാനായിട്ട് പൂരിയും മുട്ട റോസ്റ്റൊക്കെയാണ്. അപ്പോൾ ഫുഡേ കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്തൊരു കുഞ്ഞോട്ട് ഇത്തിരി ഇവിടെയൊക്കെ ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തിട്ട് അടുത്തൊരു കാണാം. ബൈ.